വയനാട് പുൽപ്പള്ളി ചേകാടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ 35 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. ആരുടെയും നില ഗുരുതരമല്ല. ജോഷില ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജോഷില, ഈ കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്? ആരുടെയും നില ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കാര്യം. ചേകാടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ 25 കുട്ടികൾ ഉൾപ്പെടെ 35 പേർക്കാണ്, മറ്റ് അധ്യാപകർ ഉൾപ്പെടെയുള്ള 35 പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്. കണ്ണൂരിലേക്ക് കഴിഞ്ഞ ദിവസം പഠനയാത്ര പോയ കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്. എന്നാൽ ഇവർ കൊണ്ടുപോയ ഒരു ദിവസത്തെ പഠനയാത്രയാണ്. ഇവർ കൊണ്ടുപോയ ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. കറിയിൽ നിന്നാണ്, അതായത് ചിക്കൻ കറിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ള കാര്യം. ശരി ജോഷില, ഇപ്പോൾ വയനാട് പുൽപ്പള്ളി ചേകാടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. 35 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. അധ്യാപകർക്കും ഈ വിഷബാധ ഏറ്റിട്ടുണ്ട്. ചിക്കൻ കറിയിൽ നിന്നുമാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത് എന്ന വിവരമാണ് വരുന്നത്. എന്തു തന്നെയായാലും ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ ഇപ്പോൾ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പി.വി. ജോഷിലയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.